ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പിൽ 11 മണിവരെ 25.76% പോളിംഗ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം ഊർജിതം. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സജീവമായി രംഗത്ത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന റെമൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി നാളെ പശ്ചിമ ബംഗാൾ തീരത്ത് പതിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ വനിതാ ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണ നേട്ടം. കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 25.76% പോളിംഗ് രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളിലേക്ക്. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ 11.13 കോടി വോട്ടർമാരാണ് ഇന്ന് ബൂത്തുകളിലെത്തുന്നത്. 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ബീഹാറിൽ 23.67%, ഹരിയാനയിൽ 22.09% പേർ വോട്ട് രേഖപ്പെടുത്തി. ജമ്മുകശ്മീരിൽ 23.11%, ഝാർഖണ്ഡിൽ 27.80%, ഒഡീഷയിൽ 21.30%, ഉത്തർപ്രദേശിൽ 27.06%, പശ്ചിമ ബംഗാളിൽ 36.88%മാണ് പോളിംഗ് ശതമാനം. ബിജെപിയുടെ ധർമ്മേന്ദ്ര പ്രധാൻ, മനേക ഗാന്ധി, മനോഹർലാൽ ഖട്ടർ, സംബിത് പത്ര, ബൻസൂരി സ്വരാജ്, മനോജ് തിവാരി, കോൺഗ്രസിന്റെ ദീപേന്ദർ സിംഗ് ഹൂഡ, കുമാരി സെൽജ, രാജ് ബബ്ബർ, കന്നയ്യകുമാർ, സമാജ്വാദി പാർട്ടി നേതാവ് ധർമ്മേന്ദ്ര യാദവ്, PDP നേതാവ് മെഹബൂബ മുഫ്തി തുടങ്ങിയവരാണ് ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6-ന് അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ 11 മണിവരെ 21.69% പോളിംഗ് രേഖപ്പെടുത്തി. 7 ലോക്സഭാ മണ്ഡലങ്ങളിലായി ആകെ 162 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഒഡീഷയിലെ 42 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ 21.32% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഒഡീഷയിലെ 6 ലോക്സഭാ സീറ്റുകളിലേക്കും ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി പ്രമുഖർ. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടങ്ങിയവർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. കേന്ദ്രമന്ത്രിമാരായ S ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ വോട്ട് ചെയ്തു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹോസ്ഖാസ് എൻക്ലേവിലെ MCD പ്രൈമറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിനായുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും 57 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കാണ് 7ാം ഘട്ടമായി അടുത്ത മാസം 1-ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 904 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ബക്സർ, പാട്ലിപുത്ര, കാരാകട്ട്, ഗാസിപൂർ എന്നിവിടങ്ങളിൽ പ്രചാരണ രംഗത്ത് സജീവമാണ്. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് ഹിമാചൽ പ്രദേശിലാണ് പ്രചാരണം നടത്തുക. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പഞ്ചാബിലെ അമൃത്സർ, ഗുരുദാസ്പൂർ എന്നിവിടങ്ങളിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് ഹിമാചൽ പ്രദേശിൽ പ്രചാരണം നടത്തും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റും പഞ്ചാബിൽ പ്രചാരണ രംഗത്തുണ്ട്. ബഹുജൻ സമാജ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ മായാവതി പഞ്ചാബിലെ നവാൻ ഷഹർ പട്ടണത്തിൽ റാലിയെ അഭിസംബോധന ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ട വോട്ടെടുപ്പിന് ശേഷവും വോട്ടിംഗ് ശതമാനത്തിന്റെ ആധികാരികമായ കണക്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടക്കാല നിർദ്ദേശം നൽകാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ജസ്റ്റിസുമാരായ ദീപങ്കർ ദത്തയും SC ശർമ്മയും അംഗങ്ങളായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന റെമൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി നാളെ പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരങ്ങളിൽ പതിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂനമർദ്ദം പശ്ചിമ ബംഗാളിലെ സൌത്ത് 24 പർഗനാസ് ജില്ലയിലെ സാഗർ ദ്വീപിൽ നിന്ന് 660 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ദിവസങ്ങളായി തുടർന്ന തീവ്രമഴയ്ക്ക് നേരിയ ശമനം. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും തുടരുന്നതിനാൽ കേരള തീരത്ത് മീൻ പിടിക്കാൻ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണം. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ കേരള, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, കൊങ്കൺ, ഗോവ, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്തെ കിഴക്കൻ, കിഴക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ അടുത്ത 3 ദിവസം ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ഫലോദി ജില്ലയിലെ ഉയർന്ന താപനില 49 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. അനധികൃതമായി ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർ 10 ദിവസത്തിനകം വകുപ്പ് മേധാവിയുടെ മുൻപാകെ നേരിട്ട് ഹാജരാകണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഈ സമയപരിധിക്കുള്ളിൽ സർവീസിൽ പുനഃപ്രവേശിക്കാൻ തയ്യാറാകാത്തവർക്കെതിരെ സർവീസ് ചട്ടപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കും. സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. കേരളത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശുചീകരണ ദിനം ആചരിച്ചു. തിരുവനന്തപുരം കരമന ബോയ്സ് HSൽ മന്ത്രി വി ശിവൻകുട്ടി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാ സംഘടനകളും പങ്കാളികളാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് ആദരം. രാജ്യാന്തരതലത്തിൽ മികച്ച ഛായാഗ്രാഹകർക്ക് നൽകുന്ന പിയർ ആന്റണോ പുരസ്കാരം സന്തോഷ് ശിവന് സമ്മാനിച്ചു. ഈ രംഗത്തെ മികവ് പരിഗണിച്ചാണ് പുരസ്കാരം. പിയർ ആന്റണോ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. ചെന്നൈക്കും ആൻഡമാനും ഇടയിലെ വിമാന സർവീസുകൾ റദ്ദാക്കി. റമൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കൊൽക്കത്ത ആൻഡമാൻ വിമാന സർവീസും ആന്ധ്രാപ്രദേശിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്കുള്ള വിമാന സർവീസും ഇനിയൊരു അറിയിപ്പ് ലഭിക്കും വരെ നിർത്തിവെക്കുന്നതായും അറിയിപ്പുണ്ട്. വിമാനങ്ങൾ റദ്ദാക്കിയതോടെ യാത്രികർ ചെന്നൈ വിമാനത്താവളത്തിൽ കുടുങ്ങി. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ വനിതകളുടെ ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഇന്ത്യൻ താരങ്ങളായ ജ്യോതി സുരേഖ വെന്നം, പർനീത് കൌർ, അദിതി സ്വാമി എന്നിവരടങ്ങിയ ടീം ഫൈനലിൽ തുർക്കിയെ പരാജയപ്പെടുത്തിയാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ഇതോടെ മൂവരും ലോകകപ്പിൽ ഹാട്രിക് മെഡൽ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവ് കൂടിയായ ഇന്ത്യൻ താരം PV സിന്ധു ഇന്ന് തായ്ലൻഡ് താരവുമായി ഏറ്റുമുട്ടും. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് സിന്ധു സെമിയിൽ പ്രവേശിച്ചത്. അതേസമയം വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ അഷ്മിത ചാലിയ ചൈനീസ് താരത്തോട് പരാജയപ്പെട്ടു. IPL ക്രിക്കറ്റിന്റെ ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. നാളെ രാത്രി 7:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗസ മുനമ്പിന്റെ തെക്കേയറ്റത്തെ നഗരമായ റഫേൽ സൈനിക നടപടി ഇസ്രായേൽ ഉടൻ നിർത്തിവെക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടു. കോടതി ഉത്തരവ് തള്ളി ഇസ്രായേൽ രംഗത്തെത്തി. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന് കാണിച്ച് ദക്ഷിണാഫ്രിക്കയാണ് അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചത്. ഒക്ടോബർ 7 ഹമാസ് 1200ഓളം പേരെ കൊല്ലുകയും 252 പേരെ ബന്ദികളാക്കി ഗസയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതോടെയാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇസ്രായേൽ നടപടിയിൽ ഇതുവരെ 35,800 പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ആഡംബര കാർ ഇടിച്ച് 2 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 17കാരന്റെ പിതാവ് ഉൾപ്പെടെ 5 പേരെ അടുത്ത മാസം 7 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പോലീസ് റിമാൻഡ് ഇന്നലെ അവസാനിച്ചതിനെ തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് യർവാഡ പോലീസ് സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. ഞായറാഴ്ച നടന്ന അപകടത്തിൽ 17 വയസ്സുകാരൻ ഓടിച്ച പോർഷെ കാർ മോട്ടോർ സൈക്കിളിലിടിച്ച് IT മേഖലയിൽ ജോലി ചെയ്യുന്ന 2 പേരാണ് മരിച്ചത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കിയത് ഇക്കഴിഞ്ഞ മെയ് 7-നാണ്. പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ ആഘോഷമാണ് ഇന്ന് നടക്കുന്നത്. ഫുട്ബോളിൽ എല്ലാ മേഖലയിലെയും ടീമുകളെ ഉൾക്കൊള്ളിച്ചുള്ള ആദ്യ അന്താരാഷ്ട്ര ടൂർണമെന്റ് ആരംഭിച്ചതിന്റെ 100ാം വാർഷിക ദിനമായതുകൊണ്ടാണ് മെയ് 25 ഫുട്ബോൾ ദിനമായി തിരഞ്ഞെടുത്തത്. ലോകകപ്പ് ഇന്ത്യൻ ഫുട്ബോൾ യോഗ്യത റൌണ്ടിൽ കുവൈറ്റിനെ നേരിടാനുള്ള ഇന്ത്യൻ സംഘത്തെ പ്രഖ്യാപിച്ചു. സഹൽ അബ്ദുസമദാണ് ടീമിലെ ഏക മലയാളി. ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രിയുടെ വിടവാങ്ങൽ മത്സരം കൂടിയാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പിൽ 11 മണിവരെ 25.76% പോളിംഗ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം ഊർജിതം. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സജീവമായി രംഗത്ത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന റമൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി നാളെ പശ്ചിമ ബംഗാൾ തീരത്ത് പതിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ വനിതാ ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണ നേട്ടം.
കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.